പ്രിയ ബ്രദർ, സിസ്റ്റർ, നിന്റെ ശത്രുവിനെ ദൈവം വിലക്കും. അതെ, രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ലെന്ന്. അങ്ങനെ നീ പോകുന്നത് കാണാം എന്ന് പറഞ്ഞ് പിന്നാലെ പടയെടുത്ത് വരുന്ന ആ പടയെക്കുറിച്ച് വഴിയെ പറയാം. ആ ശത്രുവിനെ, അവളെ ദൈവം വിലക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ ആരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ആരാമ്യനായ, ആരാം എന്ന വാക്കിനർത്ഥം ഉയർന്ന പ്രദേശം, ഉയർന്നവൻ, ഉയർന്ന സ്ഥാനമുള്ളവൻ. അപ്പോൾ ഉയർന്ന സ്ഥാനമുള്ളവൻ്റെ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. വലിയ സ്ഥാനമൊന്നുമില്ലാത്തവരെ ഉടെ വാക്കുകളെക്കാൾ. അങ്ങനെ പെട്ടുപോയൊരു സഹോദരി. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അപ്പനും അമ്മയും സ്ത്രീധനമായി കൊടുത്ത സ്വർണം വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളുകൾ കഴിഞ്ഞ് തൻ്റെ ഒരു റിലേറ്റീവ് വളരെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അറിയാമല്ലോ. പക്ഷെ അത് പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അറിഞ്ഞു, പ്രശ്നമായി. അപ്പോൾ സഹോദരനെ പറഞ്ഞൊക്കെ നിർത്തി. അത് നമ്മുടെ സഹോദരിമാർക്ക് അറിയാമല്ലോ. പക്ഷേ കൈവിട്ട് പോകും ചിലപ്പോൾ, വേറെ ചിലർ ഏറ്റെടുക്കുമ്പോൾ. ഭർത്താക്കന്മാരൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും, ഭാര്യമാരോടൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റും. പുറത്തുള്ളവർ ഇടപെടുമ്പോൾ അത് അവരകത്തുള്ളവർ തന്നെ, പക്ഷേ അവരുടെ മനസ്സ് പുറത്തുള്ളവരുന്ന, നിന്നെ പുറത്തുള്ളവരായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ പുറത്തുള്ളവരെ ഏറ്റെടുത്ത് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ മുറിവ് വ്രണമായി അതിങ്ങനെ പഴുത്തൊലിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, അതിനെ കർത്താവ് ഹീല് ചെയ്യുക, ആ മുറിവിനെ കർത്താവ് ഉണക്കുക. അമേൻ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാക്കാൻ വേണ്ടി കിട്ടിയ അവസരത്തെ അതിനകത്തുള്ളവർ മുതലെടുത്തു. ഈ സഹോദരിക്ക് അത് കൊടുത്തു എന്ന് തെളിവുൾപ്പെടെ അവതരിപ്പിക്കണം. അവർ തിരികെ സ്വർണ്ണമൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ, അതെല്ലാം ഓക്കെ ആക്കി. അപ്പോൾ സഹോദരൻ അറിയാതെ, അവിടെ വന്ന ചോദ്യം, എടാ നീ അറിയാതെ അവളുടെ ഇഷ്ടത്തിന് സ്വർണം കൊടുത്തു, നിനക്ക് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്, അതോടെ പോയി. അതെ. അപ്പോൾ ഈ പലരും സഹോദരന്മാരൊക്കെ വീണു പോകുന്നത് ഈ ഒരു ചോദ്യത്തിൽ, നിനക്ക് എന്ത് വിലയാണുള്ളത്. പിന്നെ സ്വർണത്തിൻ്റെ വിലയാണ് ഭർത്താവിനും ഭാര്യയ്ക്കൊക്കെ ഉള്ളതെന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിച്ചാലോ ചോദിച്ചില്ലെങ്കിലോ വില വരുമെന്നൊക്കെയാണ് പലരും കരുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതൊന്നും അല്ല പ്രിയ. നിങ്ങൾക്ക് കിട്ടുന്ന വില, അത് നിങ്ങളോടൊരു കാര്യം, ഞാൻ അങ്ങോട്ട് പോട്ടോ, ഇങ്ങോട്ട് പോട്ടോ, അവിടെ പോട്ടോ, ഞാൻ അങ്ങോട്ട് നോക്കട്ടോ, ഞാൻ അവിടെ അങ്ങോട്ട് തലതിരിക്കട്ടോ, ഇങ്ങോട്ട് തലതിരിക്കട്ടോ, കുളിച്ചിട്ട് തല ഇങ്ങനെ ചെയ്യട്ടോ എന്ന് ചോദിച്ച് സമ്മതം വാങ്ങുന്നതോ അതിനൊക്കെ അഭിപ്രായം പറയുന്നതോ ഒന്നും അല്ല നിങ്ങളോടുള്ള വിലയും സ്നേഹവും. അതൊക്കെ കാപട്യമാണ്. ആമേൻ. അതൊക്കെ ഒരു അടിമത്വമാണ്. ഞാൻ മുമ്പ് നമ്മുടെ ജോലിയൊക്കെ വിട്ടിട്ട് ശുശ്രൂഷയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് റബ്ബർ വെട്ടാൻ പോയിക്കൊണ്ടിരുന്നു. ഒരു മലയുടെ മുകളിലാണ് റബ്ബർ വെട്ടുന്നത്. അപ്പോൾ ഒരു ശുശ്രൂഷകനാണ് പുള്ളി, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയ്ക്കൊപ്പം നിൽക്കുന്ന വളരെ ഫേമസ് ആയ അനുഗ്രഹീതനായ ഒരു പിതാവിൻ്റെ മകനാണ്, ശുശ്രൂഷകനാണ്. പുള്ളിയുടെ ഭാര്യ നേഴ്സാണ്. ആ കുന്നിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ കുന്നിൽ ഞാനൊരു 3 തവണ ഇരുന്നിട്ടാണ് ആ കുന്നിൻ്റെ മണ്ടയിൽ ഞാൻ എത്തുന്നത്. അത്രമാത്രം ചരിവും പൊക്കമുള്ള കുന്നാണ്. അപ്പോൾ ഞാൻ വെളുപ്പിന് പോകും. അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഈ സഹോദരൻ്റെ, ആ ഉടമസ്ഥൻ്റെ, ശുശ്രൂഷകൻ്റെ ഭാര്യയാണ് വന്ന് പാലെടുക്കുന്നത്. ഞാൻ 3 തവണ ഇരിക്കുന്ന കുന്നൊക്കെ ആ സിസ്റ്റർ ഒറ്റയടിക്ക് കയറി വന്ന് പാലുമൊക്കെ എടുത്ത്, ഞാൻ ഷീറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പാലും എടുത്തിട്ട് ഇറങ്ങി വരും. ഞാൻ തന്നെ ഇങ്ങനെ അസൂയപ്പെട്ടു. അപ്പോൾ നല്ല അധ്വാനിയായ ഒരു സഹോദരി. അപ്പോൾ ഇടയ്ക്ക് ആ സഹോദരൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, പാസ്റ്റർ നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അതെന്തിനാ ബ്രദറെ? ഇപ്പം
വരച്ച വരെയും അങ്ങനെ നിർത്തേണ്ട ആവശ്യമൊക്കെ അതല്ല. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ നിർത്തണം, സ്ത്രീകൾ അങ്ങനെ നിർത്തണം. പുള്ളിയുടെ ഒരു മൈൻഡാണ്. വലിയ ആളാണ്, വലിയ പുള്ളിയാണ്. വലിയ പുള്ളികളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്താണ് നിൽക്കുന്നത്, വരച്ച വരയും. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യം ഞാൻ പറഞ്ഞു, ബ്രദറെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ബ്രദറെന്നാണ് വിളിക്കുന്നത് പുള്ളിയെ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോകത്തിൽ ഇന്ന് വരെ ഒരു അടിമയും യജമാനനെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹമുണ്ടാകുന്നത് വരച്ച വരയ്ക്കകത്ത് നിന്നല്ല, അത് വേറെയാണ്. നിങ്ങൾ ബൈബിള് നല്ലപോലെ വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലനായ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് ബൈബിളിൽ മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതൊക്കെ ആണുങ്ങൾക്ക് ഇഷ്ടമാണ്. തൊട്ട് താഴെയുണ്ട്, അവർക്ക് വേണ്ടി ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്തതുപോലെ ജീവനെ കൊടുക്കണം. അപ്പോൾ സ്നേഹം ഉണ്ടാകുന്നത് സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നത്. നമ്മളിൽ പലരും ഇപ്പോഴും വരയും വരച്ചുകൊണ്ട് കിടക്കുകയാണ്. പാവം പുള്ളിയുടെ വരയൊക്കെ പോയി. ഇപ്പം പുള്ളിക്കാരി മക്കളുമായിട്ട് വേറെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. വരയില്ലാത്ത ലോകത്ത്, വരകളും കുറികളും ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പെട്ടുപോകരുത്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ പുള്ളിക്കാരനങ്ങ് നെർവസ് ആയിപ്പോയി. എന്നാലും എൻ്റെ വാക്ക് എന്ത് വരെയാണുള്ളത്, എന്നോട് പറയാതെ അവളിത് ചെയ്തല്ലോ. അപ്പോൾ ഈ സഹോദരി ആഭരണം കൊടുത്തു, അത് പണയം വെച്ചു എന്ന് ഒരാൾ പറയണം. അതായത് അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ഒരാൾ, അയാളും കൂടെ നിൽക്കുകയാണ്. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ സഹോദരി വീട്ടുകാരിയൊക്കെ വരുത്തി. അപ്പോൾ ശനിയാഴ്ച കടന്ന് ആ സഹോദരി വിളിക്കുകയാണ്. അവൾ പറഞ്ഞ മിക്കവാറും നാളെ കൊണ്ട് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ ആൾ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് എതിർക്കാൻ, കള്ളം പറയാൻ പറ്റത്തില്ല, തർക്കിക്കാൻ പറ്റത്തില്ല. ഞാനത് കൊടുത്തു എന്ന് സമ്മതിക്കേണ്ടി വരും. എൻ്റെ ഭർത്താവ് വയലൻ്റ് ആകും, എൻ്റെ വീട്ടുകാർക്ക്, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സന്തോഷമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടുകാർ എന്നെ ഒരിക്കലും കൈവിടത്തില്ല. അവർ എന്നെ വിളിച്ചുകൊണ്ട് പോകും. എന്തെങ്കിലും എൻ്റെ പപ്പയുടെ മുമ്പിൽ വെച്ച് എന്നെ മോശമായിട്ട് പറഞ്ഞാൽ എൻ്റെ പപ്പ പറയും മോളെ പോകാമെന്ന് പറയും. ആമേൻ. അപ്പോൾ അടുത്ത് ആ സഹോദരിയുടെ തൊണ്ട ഇടറി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ്, സിസ്റ്റർ ഇവിടെ ഒന്ന് നിർത്തിയിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്ക്. അങ്ങനെ നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്നെ ധൈര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉറപ്പുള്ള ഒരു അപ്പൻ നിനക്കുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാതാപിതാക്കളായിരിക്കണം കേട്ടോ. ആ ഉറപ്പ് നമ്മുടെ മക്കൾക്ക് വേണം. അതിനർത്ഥം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വീട്ടിൽ പോകാനല്ല. നമ്മുടെ മക്കളാണ് അവർക്കൊരു പ്രശ്നമുണ്ടായാൽ രക്ഷകർത്താക്കളായി നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ പെമ്മക്കൾക്കും അമ്മക്കൾക്കും എല്ലാം നമുക്ക് കൊടുക്കുവാനായിട്ട് പറ്റണം. അത് കൊടുക്കാൻ പറ്റാത്തതാണ് പല പിള്ളേരും ആത്മഹത്യ ചെയ്യുന്നത്. അയ്യോ ഞാൻ ഇനി വീട്ടിൽ പോയി എൻ്റെ അപ്പനും അമ്മയ്ക്ക് സങ്കടമാവും. എന്ത് സങ്കടം വരാനാ? ഈ ചില അപ്പന്മാരും അമ്മമാരും സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഒരു പ്രശ്നം വന്നാൽ കയറെടുക്കാനും ലെറ്റർ എഴുതാനും എല്ലാം പോകണ്ട. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞ് സന്തോഷമായിട്ട് അവർ ഉണ്ടാക്കി തരുന്ന വല്ലതൊക്കെ തിന്ന് കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഇരുന്നുകൊള്ളണം. ആമേൻ. അവർ പോകാൻ പറഞ്ഞാലും നിങ്ങളെല്ലാം സോൾവ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. കർത്താവ് എല്ലാം പരിഹരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ ചത്തുകളെ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അപ്പോൾ ആ സഹോദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിയോട് നിങ്ങളോട് പറയുന്ന അതേ ആലോചനയെ പറഞ്ഞു. ആ വ്യക്തിയോട് ദൈവം ഇടപെടും. അവൻ വാ തുറക്കത്തില്ല നിനക്ക് വിരോധമായി. ചിലരൊന്നും നിനക്ക് വിരോധമായി വായ് തുറക്കത്തില്ല. നീ ഭയപ്പെടുന്നത് സംഭവിക്കുവാൻ. സഹോദര, ആ ജോലി സ്ഥലത്ത് അവർ പറഞ്ഞാൽ നിൻ്റെ ജോലി പോകും. അവർ നിനക്ക് വിരോധമായി നിന്നാൽ നിൻ്റെ ജോലി പോകും. കേൾക്ക്. യെസ് റബാല ഷെഖനെ, നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ചിലരൊന്നും വായ് തുറക്കത്തില്ല. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുമെന്ന്, നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പറയുന്ന ചിലരൊന്നും വായ് തുറക്കത്തില്ല. അവൻ ആ കോടതിക്കകത്ത് അവർ വരത്തില്ല. നിനക്ക് വിരോധമായി പറയത്തില്ല. നീതി വെളിപ്പെടും. അമേൻ. യെസ്. അമേൻ. ചിലർ പേടിച്ച് ആ ബാങ്കിൽ പോകുന്നു. അവരുണ്ടെങ്കിൽ നിനക്ക് അനുകൂലമായിട്ടൊന്നും നടക്കത്തില്ല. ഞങ്ങൾ ഒരു ലോണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ലോണും ചിട്ടിയുമാണ് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സംഭവം. അപ്പോൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുത്തു. അതിനു മുമ്പും 2-3 തവണ ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതാണ്. ദൈവകൃപയാൽ ആ സമയത്തിനൊക്കെ തന്നെ അടച്ചു തീർക്കാനും കർത്താവ് കൃപ, അതിനു മുമ്പേയൊക്കെ തന്നെ അടച്ചു തീർക്കാനും കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അത് ഒത്തിരി പേരോട് കർത്താവ് ഇടപെടും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ ലോൺ എടുത്ത് 3 മാസത്തിനകത്ത് ഒരുമിച്ച് അടച്ച സന്ദർഭം പോലും കർത്താവ് തന്ന കൃപ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോണിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ജോലി എന്തെന്ന് ചോദിക്കുമ്പോൾ
വേറെ ജോലിയാണ്, ഡ്രൈവറെന്നോ ബിസിനസ്സെന്നോ എന്തെങ്കിലും പറയാനാണ് പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പപ്പ പക്ഷേ ഭയങ്കര അഭിമാനമാണ്. മരുമോൻ പാസ്റ്ററാണെന്ന് പറയുന്നതിൽ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയപ്പന്മാരുണ്ടാകട്ടെ. ശുശ്രൂഷ ചെയ്യുന്ന മകനുണ്ട്, മകളുണ്ടെന്ന് പറയാൻ വേണ്ടി. പപ്പ ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി നേരെ പോയിട്ട് പറഞ്ഞു അവനെ കൊണ്ട് അടയ്ക്കാനുള്ള നിവർത്തിയൊന്നുമില്ല, അവൻ അത് ഉപദേശിയായിട്ട് അങ്ങനെ നടക്കുന്നവരാണ്, അവനെ കൊണ്ടൊന്നിനും പറ്റത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു പോയി. അടുത്ത് ഞങ്ങൾ നമ്മുടെ ഒരു മെമ്പർ ഈ സഹകരണ സംഘത്തിലാണ്, അവിടുത്തെ മെമ്പറിനെ പോയി കണ്ടു. അവരൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ പുള്ളി പറഞ്ഞത് അടുത്ത കമ്മിറ്റിക്ക് ഇത് വയ്ക്കും. അപ്പോഴും ഈ വെരിഫിക്കേഷന് വന്നവൻ എതിർത്ത് പറഞ്ഞ പാസ്സാകത്തില്ല. കാരണം ഇതിനകത്ത് നമുക്കൊരു മെമ്പറിനെ അറിയാം, ബാക്കിയുള്ളവരെയൊന്നും നമുക്കറിയത്തില്ല. ഈ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റും കാണത്തില്ല, കൂടെ ആരും നിൽക്കത്തില്ല, അപ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പുള്ളി വന്നില്ലെങ്കിലോ? അപ്പം നിങ്ങൾ വിചാരിക്കും പുള്ളി നടന്നു പോകുമ്പോൾ ഞാൻ കൊണ്ട് സൈക്കിൾ അടിച്ച് തള്ളിയിട്ടെന്നോ. അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാമെന്നേ, ചിലരൊന്നും ചിലയിടത്ത് പോകത്തില്ല. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന സ്ഥലത്ത് എനിക്ക് വിരോധമായിട്ട് ഒരുത്തരും നിൽക്കത്തില്ല. നിനക്ക് വേണ്ടി നിൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന ആ ബാങ്കിനകത്ത് നിനക്ക് വിരോധമായി സംസാരിക്കുവാൻ ഒരുത്തരും നിൽക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സഹോദരി, നിൻ്റെ മകൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുവാൻ ഇറങ്ങി വരുന്നിടത്ത് ആ ഹോസ്റ്റൽ സംബന്ധമായിട്ട് വിഷയം, അവളുടെ എക്സാം സംബന്ധമായ വിഷയം, അവളുടെ പഠന സംബന്ധമായ വിഷയം, അവളുടെ ഭാവി സംബന്ധമായ വിഷയം, അവിടെ ഒരുത്തനും നിൽക്കത്തില്ല. ആമേൻ. ആ പുള്ളി നിന്നില്ല എന്ന് മാത്രമല്ല, ആ പുള്ളി അവിടെ നിന്ന് ജോലിയും വിട്ടിട്ട് പോയി. ഇപ്പോൾ ഞങ്ങളുടെ പപ്പയുടെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഈ വൈകുന്നേരമുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് തുടങ്ങി, അവിടെ നിൽക്കുക. ഇപ്പം കൈയൊക്കെ എടുത്ത് കാണിക്കും വല്ലതും വാങ്ങിക്കാൻ പോകാൻ. നമുക്കാണെങ്കിൽ ഇതൊന്നും വലിയ പരിചയവുമില്ല. ആമേൻ. അപ്പം ചിലരൊന്നും വാ തുറക്കത്തില്ല, ദൈവം ചിലരോട് ഇടപെടും. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ, ഉപവസിക്കാൻ റെഡിയാണോ, അവിടെ ദൈവം സംസാരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുവിനോട് ദൈവം സംസാരിക്കും. വാ തുറക്കത്തില്ല, മിണ്ടാതെ നിൽക്കും. നോക്കൂ, പുള്ളി മിണ്ടാതെ പോയി സ്നേഹത്തോട് സംസാരിച്ച് ടാറ്റയും കൊടുത്തിട്ട് പിരിഞ്ഞു പോയി. ആമേൻ. ആര്? ലാബാൻ. പുള്ളി ആരാമ്യനാണ്, ഉന്നതങ്ങളിൽ വസിക്കുന്നവനാണ്. പേരുള്ള പെരുമയുള്ള പ്രശസ്തിയുള്ള ചിലർ വായടയ്ക്കും, ദൈവം അവരെ വിലക്കും. നിനക്ക് വിരോധമായി, നിൻ്റെ കുടുംബത്തിന് വിരോധമായി, നിൻ്റെ തലമുറകൾക്ക് വിരോധമായി, നിൻ്റെ സന്തോഷങ്ങൾക്ക് വിരോധമായി അവർ എഴുന്നേൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റെഡിയാണോ? അവിധത്തിൽ ദൈവം ചിലരെ വിലക്കുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ചിലരെയൊക്കെ മിണ്ടാതാക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും വചന ശുശ്രൂഷയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഒപ്പമായിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്, ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭയങ്കര ബ്ലെസ്സിങ് ആണ്, നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാനി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ആരാധനാനുഭവം കർത്താവ് നിങ്ങൾക്കൊരുക്കും. കടന്നു വന്നു. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, വിരോധമായി നിൽക്കുന്ന, തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരെ അങ്ങ് മിണ്ടാതാക്കണമേ. ഇവരുടെ സ്വസ്ഥതയെ, സമാധാനത്തെ, അനുഗ്രഹങ്ങളെ കവരുവാനും നശിപ്പിക്കുവാനും എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മധ്യേ ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവേ. തൊഴിലിടത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ചിലർ വായടയ്ക്കട്ടെ, അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകട്ടെ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന പേപ്പറുകൾ, CV-കൾ വീണ്ടും എടുക്കട്ടെ. അവർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വേദികൾ ഒരുങ്ങപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. മിനിസ്റ്ററുടെ അടുത്ത ലെവൽ വെളിപ്പെടട്ടെ. പ്രൊമോഷൻ ചെയ്യപ്പെട്ട ലിസ്റ്റുകൾ, അതിനെ വെട്ടിത്തിരുത്തിയ തിരുത്തലുകളെല്ലാം മാറട്ടെ, അനുകൂലമായി മാറട്ടെ, ചേഞ്ച് ചെയ്യപ്പെടട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ, ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാട്ടെ. എല്ലാ രോഗങ്ങളും, കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, പ്രസവിച്ച ഉടനെ രോഗത്താൽ ആ രോഗബന്ധനം അഴിയട്ടെ. ഉദരത്തിൽ തന്നെ രോഗിയായിരിക്കുന്ന കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. ഇവരുടെ ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപ്പെടുന്ന സാഹചര്യങ്ങൾ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. PR-കൾ ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകട്ടെ. യേശുവേ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ.
എല്ലാ മാനുഷികമായ പദ്ധതികളുടെയും നാവടപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, അതെ, അവരുടെ വായടപ്പിക്കുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കാം. നാളെ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലൂടെ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.